രാത്രി അത്താഴം കഴിക്കുമ്പോൾ അരുണയും നിഷയും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. നാൻസിക്കും ജാസ്മിനും അത് കണ്ട് കലിയിളകി. രണ്ടും ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയി. എടാ മക്കളെ, സക്കറിയ തല ഉയർത്തി. എന്താ അമ്മച്ചി? എനിക്ക് മാനുവലിനെ കാണാൻ തോന്നുവാ, ഒന്ന് കൂട്ടിയിട്ട് വരുമോ? മോനോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായി. അച്ചായൻ്റെ ചടങ്ങ് കഴിഞ്ഞ് പോയതല്ലേ, ഇപ്പോൾ മാസം എത്ര കഴിഞ്ഞു. അയാളുടെ നോട്ടം ആദ്യം പോയത് മേരിക്കുട്ടിയിലാണ്. മോന് പനിയാ, ക്ലാസ്സിന് പോകുന്നില്ല. നോക്കട്ടെ, നാളെ പോയി കൂട്ടിയിട്ട് വരാം. +2 ആണ്. ഇവിടെ വന്നാൽ കളിച്ച് നടക്കും, പഠിക്കില്ല. പനിയല്ലേ അങ്കിൾ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം, അരുണ പറഞ്ഞു. അയാൾ എഴുന്നേറ്റു. ഹാ, ആൻറ്റിയുടെ മുഖം തെളിഞ്ഞല്ലോ. മോൻ വരുമ്പോൾ ഞങ്ങളെ മറക്കൂ? അങ്ങനെ നിങ്ങളെ രണ്ടിനെയും മാറ്റി നിർത്താൻ അമ്മയ്ക്ക് പറ്റുമോ? മാനുവലിനെ പോലെ തന്നെയാണ് എനിക്ക് നിഷയും അരുണയും. മൂന്നും എൻ്റെ മക്കളല്ലേ. രാത്രി ഫോണിൽ നോക്കിയിരുന്നു. ഈ ഇച്ചായൻ എന്താ വിളിക്കാത്തെ? ഇത്രയ്ക്ക് തിരക്കാണോ? കുശുമ്പോടെ മുഖം വീർത്തു. വിളിച്ചു നോക്കിയാലോ? വഴക്കു പറയോ? എന്തോ വരട്ടെ. രണ്ടും കൽപ്പിച്ച് കോൾ ചെയ്തു. റിങ് അവസാനിച്ചു. അവൾ ബെഡിലേക്ക് മറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേയിൽ അവൻ്റെ മുഖം തെളിഞ്ഞു. ഇച്ചായൻ വീഡിയോ കോൾ ആണല്ലോ. ചാടി പിടിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. ഇച്ചാ, എന്തേ? എൻ്റെ കൊച്ച് ഉറങ്ങിയില്ലേ? ഇല്ല, ഈ ഡെന്നീസ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. ആണോ? അത് നല്ല ശീലം അല്ലല്ലോ. അടുത്ത ആഴ്ച കല്യാണം ഉണ്ടാവും, പിന്നെ ഉറക്കമേ കാണില്ല. അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന സമയം നന്നായിട്ട് ഉറങ്ങണം. ഈ ഇച്ചായനെ കൊണ്ട് തോറ്റു. ചിരിക്കാതെടി, ഇപ്പൊ കരച്ചിൽ സങ്കടവും മാറിയോ? മാറി. ഇന്ന് ഞാനും ചേച്ചിയും ഹരിയേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോൾ ഡെന്നി ഉറക്കെ ചിരിച്ചു. അപ്പോൾ നാട്ടിൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് അല്ലേ ആനി? നിന്റെ ഹരിയേട്ടന് സത്യത്തിൽ വട്ടാണോ അതോ പോയിച്ചോ? ഇപ്പോൾ വീട്ടിലാണോ? വീട്ടിൽ വന്ന് കയറി ഒന്ന് കുളിച്ചു. അപ്പോഴാ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് വിളിച്ചത്. ഫുഡ് കഴിച്ചോ ഇച്ചായ? ഇല്ല, ഒരു ബ്ലാക്ക് ടീ കുടിച്ചു. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, കഴിക്കണം. ചോറ് കഴിക്കാതെ എങ്ങനാ? ക്ഷീണിച്ച് പോവില്ലേ? അത് സാരമില്ല, ഞാൻ നാട്ടിൽ വരുമ്പോൾ എനർജി ഡ്രിങ്ക് തന്നാ മതി. അതെന്താ? നിഷ താടിക്ക് കൈ കൊടുത്തു. ഡെന്നി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വരണേ, ബൂസ്റ്റ് വാങ്ങി വെക്കാം, ദിവസവും തരാം, നല്ലതാ, മേടിച്ചു വെച്ചോ, നിനക്ക് ഉപകാരപ്പെടും. ഇച്ച എന്താന്ന് പറഞ്ഞോ? ഇല്ലേ, ആനി മിണ്ടില്ല. കവൾ വീർപ്പിച്ചിരിക്കുന്നവളെ പ്രണയത്തോടെ നോക്കിക്കിടന്നു. ഡെന്നിച്ച, എന്താ ആനി? പെട്ടെന്ന് വരണേ. ആ അങ്കിളിന് എങ്ങനെയുണ്ട്? ഇച്ചായൻ കണ്ടോ? കണ്ടു. ആള് ആഹാരം കഴിക്കാതെ തളർന്നു പോയി. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. നാളെ ഇതുപോലെ കോൾ ചെയ്യോ? അത് വേണോ ആനി? വേണ്ട ഇച്ചായ, ശരിയാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇവിടെ വന്നിട്ട് കാണാം, അതാ നല്ലത്. എന്നാ അത് മതി. ആരോടാ കൊച്ചേ നീ സംസാരിക്കുന്നത്? ഡെന്നിയാണോ? വാതിൽ തള്ളി തുറന്ന് ത്രേസ്യാമ്മ അകത്തേക്ക് കയറി. ഇച്ചായന വല്യമ്മച്ചി, എനിക്ക് അവനോടൊരു കൂട്ടം ചോദിക്കാനുണ്ട്. ശബ്ദത്തിൽ കടുപ്പമുണ്ടായിരുന്നു. വാതിലടച്ചതും നിഷ ഡെന്നിയെ നോക്കി. മറന്നതല്ല, തരാട്ടോ, അവൻ പതിയെ പറഞ്ഞു. നീ കൊടുക്കടാ, ആരേലും വേണ്ടാന്ന് പറഞ്ഞോ? അവർ ഫോൺ പിടിച്ചു വാങ്ങി. എന്താണ് ത്രേസ്യ കൊച്ചിന് ഒരു ദേഷ്യം? പിന്നെ നീ കാണിച്ചു വെച്ച വേല നല്ലതല്ലേ? ഞാനെന്ത്? പോ വല്യമ്മച്ചി. ആനി നിന്റെ ഇച്ചയം പാവാണെന്ന് ഈ വല്യമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്ക്. എന്തിനാ കൊച്ചനെ, ആ വാല് കുരുത്ത ചെക്കനെ ഈ വിധത്തിലാക്കിയത്? കണ്ടാൽ സഹിക്കത്തില്ല. സർജറി ഇന്നലെ കഴിഞ്ഞു. ഇനി എഴുന്നേറ്റ് നടക്കാൻ മാസങ്ങളെടുക്കും. ഡെന്നി ഒന്നും പറഞ്ഞില്ല. നിന്റെ അനിയനല്ലേ, ഒരു ചെറിയ തട്ട് കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ചവനെ പിന്നെ പൂവിട്ട് പൂജിക്കണോ? അവനെ വിലക്കിയതാ ഞാൻ, ഡെന്നി ദേഷ്യത്തിൽ പറഞ്ഞു. മക്കളെ, ഞാൻ കണ്ടതാ ടെറസിൽ വെച്ച് കൊച്ചിനെ കയറി പിടിക്കുന്നത്. അതിന് അരുണമോള് തക്കത് കൊടുക്കുകയും ചെയ്തു. പിന്നെ നീ ചെയ്തത് തെറ്റല്ലേ? എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. വല്യമ്മച്ചി ആനിയോട് ചോദിക്ക്. അവൻ ഇതിനു മുന്നേ ഇതുപോലെ അല്ല, കുഞ്ഞിലെ. പറയിപ്പിക്കരുത് എന്നെക്കൊണ്ട്. ത്രേസ്യാമ്മ പെട്ടെന്ന് നിഷയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. മക്കളെ, വേണ്ട വല്യമ്മച്ചി, ചെയ്തത് കുറഞ്ഞു പോയല്ലോ എന്ന സങ്കടം എനിക്കുണ്ട്. കൊല്ലാതെ വിട്ടല്ലോ എന്നോർത്ത് സമാധാനിക്ക്. അവർ ഫോൺ നിഷയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്തിനാ ഇച്ചായൻ്റെ കുഞ്ഞ് കരയുന്നേ? സാരമില്ല, പോയി കിടന്നുറങ്ങ്, നാളെ രാവിലെ ഞാൻ വിളിക്കും. ഒന്ന് ചിരിക്കടി.
ഇല്ലേൽ എനിക്ക് സങ്കടാകും. ഒരു ഉമ്മ തരട്ടെ കൊച്ചേ? അയ്യോ വേണ്ട വല്യമ്മച്ചി. അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയും മുഖത്തെ നാണവും ഡെന്നി തലകുലുക്കി. മാപ്പാക്കണം കൊച്ചേ. അത് ഞാൻ അറിഞ്ഞിരുന്നേൽ ചെക്കൻ ജീവനോടെ കാണില്ലായിരുന്നു. അത് പേടിച്ചിട്ടാ വല്യമ്മച്ചി ഒന്നും പറയാതിരുന്നത്. പക്ഷേ ഇച്ചായനോട് പറയണം എന്ന് തോന്നി. എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുന്ന ആളല്ലേ. മോള് കിടന്നു. അവൾ ചരിഞ്ഞു കിടന്നു. വല്യമ്മച്ചി ഇന്ന് എൻ്റെ ഒപ്പം കിടക്കുവോ? കുഞ്ഞിലെ നിങ്ങൾ രണ്ടുപേർക്ക് നടുവിലാ കിടന്നത്. ഒരാഗ്രഹം. പക്ഷേ മറുവശത്ത് വല്യപ്പച്ചനില്ല. ത്രേസ്യാമ്മ നിറഞ്ഞു വരുന്ന കണ്ണുകളെ അമർത്തി തുടച്ചു. അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. തെറ്റാണ് അച്ചായ ചെയ്യുന്നത്. അമ്മ ആരാണെന്ന് എൻ്റെ കൊച്ചറിയുന്ന നിമിഷം എല്ലാം മറച്ചു വെച്ച ഈ വല്യപ്പച്ചനെ അവൾ വെറുക്കും. മിഷൻ കറങ്ങുന്ന ശബ്ദം നിന്നു. ഹരി TV ഓഫ് ചെയ്ത് എഴുന്നേറ്റു. കഴിഞ്ഞോ അമ്മ? നീ ഉറങ്ങിയില്ലേ? സമയം 12 ആയല്ലോ. എന്തോ കുറച്ച് ദിവസമായി ഉറക്കമില്ല. നല്ല മെറ്റീരിയലാണ്. മോൾ കിട്ടാൽ നന്നായിരിക്കും അല്ലേ ഹരി? ദേവിയമ്മ ടോപ്പ് നിവർത്തി പിടിച്ചു. കൊള്ളാം, അയാൾക്ക് ചേരും. ഹരി, ഇവിടെ കാവിലെ ശിവക്ഷേത്രത്തിൽ ഉത്സവമല്ലേ? രണ്ടുപേരെയും വിളിക്കട്ടെ. അരുണയെ കൊണ്ട് വിളക്കെടുപ്പിക്കാം. മോള് തൊഴാനൊക്കെ പോകുന്ന കൂട്ടത്തിലാ. അമ്മയുടെ ഇഷ്ടം അയാളോട് ചോദിക്ക്. ഈ വക പരിപാടികളിൽ വിശ്വാസം ഇല്ല എങ്കിൽ നിർബന്ധിക്കരുത്. എൻ്റെ മോൻ പ്രേമിച്ചു തുടങ്ങി. ഇനി അവൻ നട്ടു വളർത്തുന്ന ചെടികളിൽ കായ്ഫലം നിറയെ ഉണ്ടാകും. കാലിൽ തട്ടാതെ നടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ദേവിയമ്മ സന്തോഷത്തോടെ അവൾക്കായി തയ്ച്ച ബ്ലൗസിലൂടെ വിരലോടിച്ചു. രാവിലെ മുറ്റത്ത് ഒരു ബുള്ളറ്റ് നിന്നു. നാൻസി, ദേ അവൻ വന്നിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാനാ. കള്ള കാമുകൻ പെണ്ണിനെ പിന്നിലിരുത്തി സുഖം പിടിച്ചു പോയി. ജാസ്മിൻ പറഞ്ഞു. ഇന്ന് അവനെ ഒന്ന് ചൊറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. രണ്ടും കൂടി ഹരിക്ക് അടുത്തേക്ക് വന്നു. ഹായ്, ഇത് പതിവാണല്ലോ കൃഷി ഓഫീസറെ. കോളേജിലേക്കാണോ അതോ സിനിമയ്ക്കോ? അല്ലേ? അവൻ നാൻസിയെ തുറച്ചു നോക്കി. എവിടെയായാൽ നിനക്കെന്താ? ഓ, ചൂടാവല്ലേ ഹരിയേട്ടാ. എങ്ങനെ? അവൾക്ക് നല്ല സഹകരണമായിരിക്കും അല്ലേ? ഒരു താളത്തിൽ കളിയാക്കലോടെ അവൾ പറഞ്ഞതും ഹരിയുടെ വലതു കൈ നാൻസിയുടെ കവിളിൽ പതിച്ചു. ഓരോ വാക്കും സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. നിന്റെ ചേട്ടനെ പോലെ അല്ല ഞാൻ. ഹരി അവൾക്ക് നേരെ വിരൽ ചലിപ്പിച്ചു. എന്താ ഇവിടെ ശബ്ദം കേട്ടത്? വല്യമ്മച്ചി, തൊടിയിൽ തേങ്ങ വീണുന്നാ തോന്നുന്നത്. അരുണ ഉറക്കെ പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരിയുണ്ട്. നാൻസി കവിൾ പൊത്തി പിടിച്ചു. എങ്ങനെ? സൂപ്പറായിരുന്നു അല്ലേ നാൻസി? എന്ത്? അല്ല, തേങ്ങ. അരുണ കളിയാക്കി പറഞ്ഞു. ഇങ്ങനെ അടി മേടിച്ചു കൂട്ടാൻ ചേട്ടനും അനിയത്തിക്കും നാണമില്ലല്ലോ. കയറി പോടി. ചേച്ചി, ഞാൻ പോവുകയാണേ. ഹരി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയതും അരുണ അവൻ്റെ കയ്യിൽ പിടിച്ചു. സൂക്ഷിക്കണ ഹരി. ഗൗരവത്തിലുള്ള അവളുടെ ശബ്ദം. ഹരിയേട്ടൻ ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യില്ല ചേച്ചി. മയക്കം വിട്ടതും എഡിൻ വേദനയിൽ പുളയുന്നുണ്ട്. അവൻ കണ്ണ് മുറുകെ അടച്ചു. കണ്ണുനീർ ഇരുവശത്തുകൂടി ചാലിട്ട് ഒഴുകുന്നു. സൂസൻ സങ്കടത്തോടെ അത് തുടച്ചു കൊടുത്തു. വേദന ഉണ്ടോ മക്കളെ? പെട്ടെന്ന് മാറും. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? അപ്പനാണത്രേ. എൻ്റെ കുട്ടിയെ ഈ പരുവത്തിലാക്കിയവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? നീ ഒന്ന് പതിയെ സംസാരിക്ക്. ഇത് ഹോസ്പിറ്റലാണ്, ഐസക്ക് പറഞ്ഞു. സക്കറിയ വന്നില്ലേ? ചിലപ്പോ ഇത് ചെയ്തവനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാവും. പിന്നെ അവന് അതിന് തന്നെയാ നേരം. മാനുവലിനെ കൂട്ടിക്കൊണ്ടുവരാൻ രാവിലെ പോയി. എന്തിന്? അവന് ക്ലാസ് ഉള്ളതല്ലേ? പെട്ടെന്ന് സക്രിയെ കോൾ ചെയ്തു. ഇവനെന്താ എടുക്കാത്തെ? നാശം. സൂസൻ പിറുപിറുത്തു. നിനക്കെന്താ ഒരു ടെൻഷൻ? മാനുവൽ വീട്ടിൽ വരുന്നത് കൊണ്ട് എന്തേലും പ്രശ്നമുണ്ടോ? അവന് പനിയാ, ക്ലാസ്സിൽ പോകുന്നില്ല. എനിക്കെന്ത്? ഒന്നുമില്ല. നിങ്ങൾ പോകാൻ നോക്ക്. ശരി, ഈവനിങ് വരാം. ഐസക്ക് പോയതും സൂസൻ ആലോചനയോടിരുന്നു. മാനുവൽ വന്നാൽ മേരിക്കുട്ടിക്ക് സന്തോഷമാവും. അവൾ അവനെ സ്നേഹിക്കും. അത് പാടില്ല. നാശം പിടിക്കാൻ. ഇനി ഇവിടെ നിന്ന് എന്നാ ഒന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുക? നല്ല മഴക്കാറുണ്ട്. ദേവിയമ്മ അയയിൽ കിടക്കുന്ന തുണികൾ പെറുക്കിയെടുത്തു. അമ്മേ, ഞാൻ എത്തി. വന്നോ? തുണികൾ തയ്ച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കി കാശ് തന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോ. പിശിക്ക്. അവൾ അവരുടെ താടിയിൽ പിടിച്ചു വലിച്ചു. മോളെ,
നാളെ ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ശനിയല്ലേ, കോളേജും ഇല്ലല്ലോ. നിങ്ങൾ രണ്ടും രാവിലെ വരുമോ? വൈകുന്നേരം മോൾക്ക് വിളക്കെടുക്കാം, പിറ്റേന്ന് പോകാം. അതമ്മേ, നീരജയോടും വല്യമ്മച്ചിയോടും ഞാൻ സംസാരിച്ചോളാം. മോൾക്ക് സമ്മതാണോ? അരുണ പുഞ്ചിരിച്ചു. ഇഷ്ടാണ്. ഈ നേരിത് സാരിയൊക്കെ ചുറ്റി വിളക്കെടുക്കുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അതേപ്പറ്റി ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് സാരിയുമില്ല, ചുറ്റാനും അറിയില്ല. ദേ, ഈ ബ്ലൗസ് ഞാൻ ഇന്നലെ തയ്ച്ചതാ. മോൾക്ക് കറക്റ്റ് ആകും. എന്നാലും ഇട്ട് നോക്ക്. കോരി ചൊരിയുന്ന മഴ. ഹരി ബുള്ളറ്റ് പോർച്ചിൽ നിർത്തി സിറ്റ് ഔട്ടിലേക്ക് ഓടിക്കയറി. അമ്മ, ഒരു ടവലിങ് എടുത്തേ. തലയിൽ നിന്നും മുഖത്തേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളം കൈകൊണ്ട് തുടച്ചു നീക്കി. ഈ അമ്മ ഇതെവിടെ? ഇനി കേട്ടില്ലേ? ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് നോക്കി. കള്ളന്മാര് കയറിയാലും എൻ്റെ അമ്മ അറിയില്ല. റൂമിൻ്റെ ഡോർ തുറന്ന് ഹരി അകത്തേക്ക് കയറി. ബ്ലൗസും ലോങ് സ്കർട്ടുമിട്ട് നിൽക്കുന്ന അരുണയെ കണ്ടതും അവൻ ശില പോലെ നിന്നു. അവൾ ആദ്യമൊന്ന് പകച്ചു. അവൻ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഷർട്ട് ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നു. ഹരിസാറേ, അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നിന്നു. അരുണ, ഇനി എന്തായാലും ഒളിക്കണ്ട. കണ്ണും പൂട്ടി നിന്റെ ഇഷ്ടം പറഞ്ഞു. ഇടുപ്പിലൂടെ അവളുടെ കൈകൾ ചുറ്റി വരഞ്ഞതും ഹരി വിറച്ചുപോയി. ഹരി, ആ വിളിയിൽ പോലും മാറ്റം. താൻ എന്താ ഈ കാട്ടുന്നേ? മാറിയേ. അരുണ അവന് മുന്നിലായി കയറി നിന്നു. അവളും ചെറുതായി നനഞ്ഞിട്ടുണ്ട്. ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി. ബ്ലൗസിന് മുകളിലൂടെ വെളുവായി കാണുന്ന മാറിടം. പരവേശത്തോടെ അവൻ ഉമിനീർ കുടിച്ചിറക്കി. ഹരി, അമ്മ തന്നതാ, കൊള്ളാവോ? ഇഷ്ടായോ? അവൻ പല്ല് ഞെരിച്ചു പിടിച്ചു. നീ എന്താ എൻ്റെ റൂമിൽ പോകാൻ നോക്ക്, അമ്മ ഇവിടെ ഉണ്ട്. അവളുടെ ചുണ്ടുകൾ അവനിലേക്ക് ചേരുന്നതിന് മുന്നേ ഹരി അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. കൈ ഉയർന്ന താഴ്ന്നു. ഗെറ്റ് ഔട്ട്. അവനിൽ ദേഷ്യമാണ്. അരുണ കവളിൽ പൊത്തിപ്പിടിച്ചു. ദൈവമേ, പല്ല് പോയിന്നാ തോന്നുന്നേ. ഇവന് ദേഷ്യം വരില്ലാന്ന് ദേവ്യമ്മ പറഞ്ഞത് കള്ളമാണോ? അവൾക്ക് മുന്നിൽ വാതിൽ അടയുകയും ചെയ്തു. ഞാൻ ചെയ്തത് ഇത്തിരി കൂടിപ്പോയില്ലേ? ഏയ് ഇല്ല, അവനൊന്നും അറിയില്ല. കുഞ്ഞു കുട്ടിയല്ലേ, ഇനിയെല്ലാം മനസ്സിലാകും. എന്നാലും ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല. ഷോ അരുണ, അവിടെ നീ പരാജയപ്പെട്ടു. അവൾ കിച്ചണിലേക്ക് ചെന്നു. ബ്ലൗസ് കറക്റ്റ് ആയിരുന്നു മോളെ. പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക്സ് അമ്മേ. അവരുടെ കവിളിൽ ചുംബിച്ചു. ഞാൻ ഇറങ്ങട്ടെ ദേവിക്കുട്ടി. അയ്യോ, ചായ ആയി, കുടിച്ചിട്ട് പോകാം. സമയമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അവൾ ഓടി ഹാളിലേക്ക് വന്നതും ഹരി മുന്നിൽ കയറി നിന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. തനി നിറം കാണിച്ചു. ഇനി മേലിൽ ഈ വീട്ടിൽ നീ കാലു കുത്തരുത്. അതല്ല, ഇനിയും ഇവിടേക്ക് വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ അരുണിമ മാഡം? ഹരി, ഞാൻ വേണ്ട, തനിക്ക് പോകാം. ഞാൻ പൊയ്ക്കോളാം. ഇനി വരില്ല. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് തന്നെ ഇഷ്ടം. ഈ ഹരി എന്നെ കാണും മുന്നേ കൃഷി ഓഫീസറെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പിന്നാലെ നടന്നിട്ടുണ്ട്. ലവ് യു ഹരി. അവളുടെ ശബ്ദം ഇടറിയതുപോലും അവൻ ശ്രദ്ധിച്ചു. അവൾ മഴയിലേക്ക് ഇറങ്ങി. അയ്യോ, മോള് പോയോ ഹരി? അതും ഈ പെരുമഴയത്ത്? കാലം തെറ്റി വന്ന മഴയാ. നനഞ്ഞ അസുഖം പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാനും മഴ നനഞ്ഞാ വന്നത്. അമ്മയ്ക്ക് അതിൽ വിഷമവും വേദനയും ഒന്നുമില്ല അല്ലേ? ഊരും പേരും അറിയാത്ത ഒരുത്തിക്ക് വേണ്ടി സങ്കടപ്പെടുന്നു. ഹരി ദേഷ്യപ്പെടുന്നത് ആദ്യമായി കാണുവാണ് ദേവിയമ്മ. എടാ മക്കളെ, എനിക്ക് ഒന്നും കേൾക്കണ്ട. എന്നെ വെറുതെ വിട്. ശല്യപ്പെടുത്താനായി വന്നേക്കരുത്. ദൈവമേ, ചെറുക്കനെ എന്താ പറ്റിയേ? തല തുവർത്തി ടവൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നലെ ആ ചായ മാറ്റിയതും എന്നെ ചുംബിച്ചതും മറ്റാരുമല്ല, ഇവള് തന്നെയാ. ഡെന്നിയുടെ കൂട്ടുകാരിയായി പോയി. ഇല്ലേൽ അന്നത്തെ ദിവസം ദേവിയമ്മ എത്ര നിർബന്ധിച്ചിട്ടും അവനൊന്നും കഴിച്ചതേയില്ല. ശരീരമാകെ ചുട്ടു പഴുക്കും പോലെ, തല വെട്ടിപ്പൊളിക്കുന്ന വേദന. അരുണ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. എല്ലാവരും ഉറക്കമായി കാണും. ആരെയും ശല്യം ചെയ്യേണ്ട. കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാണ്. എന്തസുഖം വന്നാലും എനിക്ക് ആരുമില്ല, ഞാൻ തനിച്ച. സങ്കടത്തോടെ എഴുന്നേറ്റു. പനിയുടെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് പുതച്ച് മൂടി കിടന്നു. കണ്ണുകൾ നിറഞ്ഞു. ഡെന്നിയെങ്കിലും ഉണ്ടായിരുന്നേൽ ഇത്ര വേദനിക്കേണ്ടി വരില്ലായിരുന്നു.